ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് ഒരു അടിപൊളി വറുത്തരച്ച മീൻ കറിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആവോലി മീനാണ് ഈ കറി തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ മീൻ കറി തയ്യാറാക്കാനായിട്ട് ആദ്യം തേങ്ങയൊന്ന് വറുത്തെടുക്കണം. 1 കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പാണ് ചേർത്തത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 3 എണ്ണം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ സവാളയാണ് ചേർത്തത്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങയുടെ കളറൊക്കെ നല്ലതുപോലെ മാറി വന്ന ശേഷമാണ് ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കുന്നത്. തീ ഒരുപാടങ്ങ് കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ പൊടിയായിട്ടും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 4 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഇപ്പോൾ ചേർത്തത്. സാദാ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഈ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് തീ ഏറ്റവും കുറച്ച് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി വരണം. മുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് അല്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ആവാം. ഇപ്പോൾ ഈ ചേർത്തിട്ടുള്ള എല്ലാ പൊടികളും നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിപ്പോൾ തേങ്ങയുടെ കൂട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ വറുത്തരച്ച മീൻ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയുടെ പകുതിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അടുത്തതായിട്ട് ചേർക്കുന്നത് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ്. മീൻ കറിയിൽ കുറച്ച് കറിവേപ്പിലയൊക്കെ കൂടുതൽ ചേർക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മിക്സിയിൽ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണ് ചേർക്കാനുള്ളത്. ഇനി ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ മൺചട്ടിയിലേക്ക് ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 2 വലിയ കഷ്ണം കുടംപുളിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മീൻ മുങ്ങിക്കിടക്കുന്ന തരത്തിൽ വേണം വെള്ളം ഒഴിക്കേണ്ടത്.
ഇനി അരപ്പ് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴാണ് ഇതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ അരപ്പ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആവോലി മീനാണ് ഞാൻ ഈ കറി തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് 15 കഷ്ണങ്ങളുണ്ട്. ഇതിനു മുമ്പ് കോട്ടയം സ്റ്റൈൽ മീൻ കറിയുടെയും തേങ്ങ അരച്ച ആവോലി മീൻ കറിയുടെയും ഒക്കെ റെസിപ്പികൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ സമയം കിട്ടുമ്പോൾ അതൊന്ന് കാണുക, റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട ശേഷം സ്പൂൺ ഉപയോഗിച്ച് എല്ലാം അരപ്പിലേക്കൊന്ന് ആക്കി വയ്ക്കാം. ഇതിന് ശേഷം ഇനി സ്പൂൺ വെച്ച് ഇളക്കരുത്. അങ്ങനെ സ്പൂൺ വെച്ച് ഇളക്കുമ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ പൊടിയാനിടയുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അടച്ച് വയ്ക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്കൊന്ന് മാറ്റാം. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കാം. ഇതുപോലെ മുഴുവനായിട്ട് ഞാൻ അടച്ചിട്ടില്ല. ഈ ഒരു രീതിയിലാണ് ഇത് അടച്ചു വെച്ചിരിക്കുന്നത്. ഇതൊന്ന് തുറന്ന് നോക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ചാറൊക്കെ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ഉലുവ പൊടിച്ചതാണ് ചേർക്കാനുള്ളത്. ഏകദേശം 1/4 ടീസ്പൂണിനടുത്ത് ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് സ്പൂൺ കൊണ്ട് ഇത് ഇളക്കരുത്. ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള അടിപൊളി വറുത്തരച്ച ആവോലി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.